എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചെറിയ ഒരു ട്രാവൽ ലോഗാണ് ആക്ച്വലി. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു രാവിലെ തന്നെ. നമ്മൾ പോകുന്നത് തൃശ്ശൂർ വടക്കുന്നാഥൻ ടെമ്പിളിലാണ്. ഒരു സ്പിരിച്വൽ യാത്ര എന്നൊന്നും പറയാൻ പറ്റില്ല. വടക്കുന്നാഥനിൽ പോവുക എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായതുകൊണ്ട്, കുറേ നാളായതുകൊണ്ട് അങ്ങനെ പോവാം എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോഴത്തേക്കും ചുമ്മാ ഒരു വീഡിയോ ലോഗ്, ട്രാവൽ ലോഗ് പോലെ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 8-8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തൃശ്ശൂരെത്തി. ഇത് കണ്ടോ, പൂരം നടക്കണ നമ്മുടെ സ്വരാജ് ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും. സ്വരാജ് ഗ്രൗണ്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യണം. അതേപോലെ വടക്കുന്നാഥൻ അമ്പലത്തിൽ പോയി തൊഴണം. പാറമേക്കാവിലും തൊഴാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തിരുവമ്പാടി ഇവിടെ നിന്ന് ഇത്തിരി ദൂരമുള്ളതുകൊണ്ട് ഞങ്ങളത് മുതിർന്നില്ല. അതേപോലെ ഞങ്ങൾ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് തൃശ്ശൂർ എന്തൊക്കെയാണ് ഐഡിയ ഇല്ലാണ്ട് ജസ്റ്റ് ഞങ്ങൾ വടക്കുന്നാഥൻ എന്നുള്ളൊരു പ്ലാനാണ് എടുത്തത്. സോ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു കണിയായിരുന്നു കേട്ടോ. കാരണം നല്ല ഒരു സുന്ദരനായിട്ടുള്ള ഒരു ആനയും നമുക്ക് കാണാൻ പറ്റി. നല്ല ആന. അപ്പോൾ അവനിങ്ങനെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു ഗണപതി പോയിട്ട് തൊഴുതിട്ട് വരികയായിരുന്നു. കാല് കുത്തിയത് ഞങ്ങൾക്ക് ഇവനെയാണ് കാണാൻ പറ്റിയത്. ഒത്തിരി സന്തോഷമായി. ഇവനെ കൊണ്ട് അതിൻ്റെ പാപ്പാനെ ഒരുപാട് കഷ്ടപ്പെട്ട് ചിഹ്നം വിളിപ്പിക്കാനും അതേപോലെ തന്നെ എന്താ പറയുക, നമസ്കരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കതെന്തായാലും ഒരു സർപ്രൈസായിരുന്നു. വടക്കുന്നാഥനിൽ വന്നിട്ട് നമ്മളെന്താ പറയുക, ഒരു അനുഗ്രഹം കിട്ടിയ പോലെ ഒരു സന്തോഷം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക, ടി വിയിലും എല്ലാം കണ്ടിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിൽ ഒന്നും നമുക്കങ്ങനെ ഉള്ളിൽ വീഡിയോഗ്രാഫി പറ്റില്ല അത്രയും. സോ പുറത്തുനിന്നുള്ളത് പറ്റുന്നത് അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി തൊഴാൻ പോവുകയാണ്. വടക്കുന്നാഥനിലെ മെയിൻ പ്രതിഷ്ഠ ശിവനാണ്. ശിവൻ്റെ കൂടെ പാർവതി, അതേപോലെ തന്നെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ശങ്കരനാരായണൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്, അതേപോലെ രാമൻ, അതേപോലെ തന്നെ ഗണപതി. ഇത്രയും അവതാരങ്ങളാണ്, ഇത്രയും പ്രതിഷ്ഠകളാണ് ഉള്ളിലുള്ളത്, ചുറ്റമ്പലത്തിനുള്ളിൽ. പുറമേ അതേപോലെ തന്നെ കുറേ പ്രതിഷ്ഠകളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, വ്യാസൻ ഇതാക്കിയ തറ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട് കേട്ടോ. അതേപോലെ ശാസ്താവ്, പിന്നെ നാഗങ്ങൾ, ശങ്കരാചാര്യർ, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്. കുളം ഞങ്ങൾ നോക്കിയപ്പോൾ വറ്റി കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം തൊഴുതിറങ്ങി. ഈ വ്യാസൻ്റെ തറ എന്ന് പറഞ്ഞില്ലേ, അവിടെ എന്ന് വെച്ചാൽ പണ്ട് വ്യാസൻ ഇരുന്ന തറ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും ഹരിശ്രീ ഗണപതായ എഴുതിയൊക്കെ കുട്ടികളെ കൊണ്ടും എല്ലാം എഴുതുന്നുണ്ടായിരുന്നു. നമ്മുടെ വേദങ്ങൾ എഴുതി, അതേപോലെ തന്നെ വേദവ്യാസൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്, വേദങ്ങൾ എഴുതിയിട്ടുള്ളതുകൊണ്ട്. സോ വ്യാസൻ ഇരുന്ന തറ എന്നുള്ള രീതിയിലുള്ളൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനവിടെ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചിട്ടുള്ളൊരു ഇതാണ്. സോ ഞങ്ങൾ തൊഴുതിറങ്ങി. പിന്നെ ഇവിടെയുള്ള അധിക സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി ഞങ്ങൾ വടക്കുന്നാഥൻ എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇവിടെ തൊഴുത് ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൗണ്ടിലൂടെ നടന്നു. തൃശ്ശൂർ പൂരം നടക്കുന്ന ആ ഒരു സമയത്ത് ഈ ഗ്രൗണ്ടിൽ കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. സോ അവിടെ അതേപോലെ നമ്മുടെ രാമൻ, തെച്ചിക്കോട്ട് രാമചന്ദ്രനൊക്കെ ഇറങ്ങി വന്നിട്ട് എന്താ പറയുക, അഭിസംബോധന ചെയ്യുന്ന പൂര വിളംബരം നടത്തുന്ന ആ ഒരു കവാടത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ഇതാണ് നമ്മുടെ സ്വരാജ് ഗ്രൗണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ എന്താ പറയുക, ഇവിടെയും ഓപ്പോസിറ്റുമായിട്ടാണ് ആക്ച്വലി എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി അതേപോലെ പാറമേക്കാവ് മത്സരിച്ച് എന്താ പറയുക, കുടമാറ്റവും അതേപോലെ പൂരങ്ങളും ഗജവീരന്മാരും നിരക്കുന്നത്. ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു കൗതുകരമായിട്ട് കാര്യം കണ്ടതെന്ന് വെച്ചാൽ ഒരു പള്ളിയുടെ ഒരു ഇത് കാണാൻ പറ്റി. അപ്പം ഞാൻ സൂം ചെയ്ത് നോക്കി. എന്തൊരു എന്താ പറയുക, നമ്മുടെ പൈതൃകത്തെ കൂട്ടി ഒരുമിപ്പിച്ചുകൊണ്ട് പോകുന്ന പൈതൃക നഗരം എന്നൊക്കെ തൃശ്ശൂരിനെ വിളിക്കുന്നത് വെറുതെ ഒന്നല്ല. ഇവിടെ എല്ലാം ഉണ്ട് ആക്ച്വലി. അടുത്തടുത്ത് മത സൗഹൃദമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം പൂരം മെയ്യിലാണെങ്കിൽ പോലും ഇവർ പൂരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഒരുക്കുകയാണ്. ആക്ച്വലി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എക്സിബിഷന് വേണ്ടിയിട്ടുള്ള സാധനമാണ് കണ്ടത്. ഞങ്ങൾ പയ്യെ പാറമക്കാവിൽ പോയി. അപ്പോൾ അവിടെ ഉത്സവം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ അവിടുത്തെ
എന്താ പറയുക, തൊഴുതു, ദേവീനെ കണ്ടു. അവിടെയും മേൽക്കാവും കീഴ്ക്കാവും ഉണ്ട്. സോ അവിടെ കണ്ടു, അവിടെ തൊഴുതു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും തിരിച്ച് സ്വരാജ് ഗ്രൗണ്ടിൽ വന്നു. അതേപോലെ നമ്മുടെ വടക്കുംനാഥൻ്റെ കവാടത്തിൽ നമ്മുടെ രാമനൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു കവാടത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുറച്ച് നേരം നിന്നു. ഇപ്പോൾ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഈ ബാരിക്കേഡുകളാണ് എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് എന്താണ് ഇറക്കി വെക്കുക എന്നാണ് പറയുന്നത്. സോ അത് കണ്ടു, നമ്മളൊന്ന് അവിടെ ചുറ്റിക്കറങ്ങി, എന്നിട്ട് പയ്യെ പോരായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ തൃശ്ശൂർ, ഞങ്ങൾക്ക് അധികം സ്ഥലങ്ങൾ അറിയില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ വടക്കുംനാഥൻ അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിൽ പോകാനോ ഞങ്ങൾക്ക് പറ്റിയില്ല. അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്ത് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ അറിയില്ലായിരുന്നു. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കുറേ വഴിതെറ്റിച്ചായിരുന്നു. ഒരു ശക്തൻ പാലസ് നോക്കിയിട്ട് തന്നെ ഞങ്ങൾ കുറേ വട്ടം കറങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ചുറ്റി കറങ്ങിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോരാണ്. ഇത് കാണുന്ന തൃശ്ശൂർക്കാർക്ക് പോകേണ്ട സ്ഥലങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാവുന്നതാണ് കമൻറ്റിൽ. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും പോയിരിക്കും. അടുത്ത പ്രാവശ്യം കാണും വരെ ബൈ. Hope you like the video. See you with another interesting video. Bye then, signing off from Black and Blank.